ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചിയിലും ആരോഗ്യ ഗുണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നാടൻ വിഭവമായ ഞണ്ട് രസമാണ്. ഈ മഴക്കാലങ്ങളിൽ എല്ലാവർക്കും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു രസം ഒന്ന് ഉണ്ടാക്കി കുടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ അസുഖമൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് ഒരു കിടിലൻ ഞണ്ട് രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതിനായി ഞാനിവിടെ 1/2 കിലോ ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ഞണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇടികല്ലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചതച്ചെടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു 20 അല്ലി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി തൊലി കളയാത്ത വെളുത്തുള്ളി കഴുകിയത് ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ചതച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് നന്നായി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിലൊന്നിട്ട് പുളിവെള്ളം തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് 5 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കാം. കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഞണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഞണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മല്ലിയിലയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ ഞണ്ട് രസം തയ്യാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.